പരിണാമ സിദ്ധാന്തം അത് വെറുമൊരു സിദ്ധാന്തം മാത്രമല്ലല്ലോ, ഇന്നത് തെളിയിക്കപ്പെട്ടതാണെന്നാണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ ബാക്കി ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളൊക്കെ അംഗീകരിക്കുന്നത് പോലെ ഇതും അംഗീകരിക്കേണ്ടതല്ലേ? അങ്ങനെ പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റില്ല. അഥവാ പരിണാമ സിദ്ധാന്തം അത് തെളിയിക്കപ്പെട്ട ഭാഗങ്ങൾ അതിനുണ്ട്. കൃത്യമായ തെളിവുകളോടുകൂടെ വിശദീകരിക്കാൻ കഴിയുന്നതും ലാബുകളിലൂടെ തന്നെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്നതുമായ ഭാഗങ്ങൾ പരിണാമ സിദ്ധാന്തത്തിനുണ്ട്. എന്നാൽ നമ്മളിന്ന് ഏകകോശ ജീവിയിൽ നിന്ന് മനുഷ്യൻ വരെ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ നിലവിലെ ജീവജാലങ്ങൾ വരെ എത്തി നിൽക്കുന്ന ഈ ഒരു A to Z പരിണാമ സിദ്ധാന്തം, ജൈവ പരിണാമം എന്ന് പറയുന്നത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. പല ഭാഗങ്ങളിലും അതിന് വ്യക്തത കുറവുകൾ, തെളിവുകളുടെ അഭാവം ഉണ്ട്. അതേസമയത്ത് ഇന്ന് തെളിയിക്കപ്പെട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മൈക്രോ ലെവൽ എവല്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ജീവജാലങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, കോശങ്ങൾ കോപ്പിംഗ് ചെയ്യുന്ന സമയത്ത്, DNA കോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അതിൽ എററുകൾ വരുന്നുണ്ട്, മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട് എന്നത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതിൽ ആർക്കും സംശയമല്ല. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് കുട്ടിയിലേക്ക് എത്തുമ്പോൾ ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നല്ല, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് DNA മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അതിലൂടെ കാലങ്ങൾ കഴിയുമ്പോൾ പല മാറ്റങ്ങളും ജീവജാലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നതും തെളിയിക്കപ്പെട്ട സംഗതിയാണ്. എന്നതുകൊണ്ട് മാത്രം മാക്രോ ലെവൽ എവല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റില്ല. മൈക്രോ ലെവൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസ്, ആ സ്പീഷീസിൻ്റെ അകത്തു സംഭവിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾക്കാണ് മൈക്രോ ലെവൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം മനുഷ്യൻ ഈ മൈക്രോ എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട് എന്നത് ഇസ്ലാമും അംഗീകരിക്കുന്നതും പറയുന്നതുമായ കാര്യമാണ്. അതിൽ തർക്കമില്ല. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ് എല്ലാ മനുഷ്യരും, ഇന്ന് കാണുന്ന മനുഷ്യർ എന്നാണല്ലോ നമ്മൾ കരുതുന്നത്. ഇവിടെ നീഗ്ര വർഗക്കാരുണ്ട്, ഇവിടെ വെളുത്ത വർഗക്കാരുണ്ട്, പലതരം മനുഷ്യരിന്നുണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യരൊക്കെ ആദം സന്തതികളിൽ മാറ്റങ്ങൾ സംഭവിച്ച് രൂപപ്പെട്ടതാണല്ലോ. അപ്പൊ സന്താനങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും, ആഫ്രിക്ക പോലുള്ള ചൂടേറിയ നാടുകളിൽ അവരുടെ ആ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ശാരീരിക പ്രകൃതിയും ഒക്കെ ഉള്ളവരാണ് അവിടെ ഉണ്ടാകുന്നതെന്നും, തണുത്ത രാജ്യങ്ങളിൽ അതിനനുസരിച്ച ശരീരപ്രകൃതിയും അവരുടെ ശാരീരികമായ ശേഷിയിൽ വ്യത്യാസം, തണുപ്പ് താങ്ങാൻ കഴിയുന്ന ശേഷിയിൽ വരെ, എനിക്ക് തോന്നുന്നത് ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ വയനാട്ടിലും കോഴിക്കോടും ഇറങ്ങിയാൽ തന്നെ ചെറിയൊരു മാറ്റം പലപ്പോഴും കാണാൻ പറ്റും. ചെറിയ തണുപ്പ് വയനാട്ടുകാർക്ക് വലിയ പ്രയാസമല്ല. അതേ സമയത്ത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിൽ ഈ ഡിസംബറിൽ മറ്റൊക്കെ താമസിക്കാൻ വന്നാൽ അവർക്ക് അസഹനീയമാകുന്നു. കാശ്മീരിൽ പോയാൽ നമുക്ക് ജലദോഷം ഉണ്ടാകുന്നു. കാശ്മീരികൾക്ക് ജലദോഷം ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാവേണ്ടി വരും, അല്ലെങ്കിൽ അധികവും ഉണ്ടാവേണ്ടി വരും. അപ്പോൾ ആ കാലാവസ്ഥയോട് ഇണങ്ങിയ ശാരീരികമായ ചെറിയ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ പ്രാദേശികമായും സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ ചെറുകിട വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മൈക്രോ എവല്യൂഷൻ നടക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. അപ്പൊ ഇത് മാത്രമാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. DNA മ്യൂട്ടേഷനിലൂടെ ഇത്രയാണ് നമുക്ക് തെളിയിക്കാൻ കഴിയുക എന്നതുകൊണ്ട് മാക്രോ ലെവൽ ഒരു മനുഷ്യൻ ഒരു പക്ഷിയായി മാറുന്നു, അല്ലെങ്കിൽ ഒരു ജീവി മറ്റൊരു ജീവിയായി രൂപാന്തരപ്പെടുന്നു എന്ന് പറയുന്ന മാക്രോ എവല്യൂഷൻ അത് ഇന്നും തിയറി തന്നെയാണ്. അത് 100% എല്ലാ അർത്ഥത്തിലും തെളിയിക്കാൻ പറ്റിയെന്ന് പറയാൻ കഴിയില്ല. എന്നു മാത്രമല്ല ഒരുപാട് തെളിവുകളുടെ അഭാവം പല ഘട്ടങ്ങളിലും അതിൽ കാണാൻ കഴിയും. മൈക്രോ എവല്യൂഷൻ അംഗീകരിക്കുന്നതാണെങ്കിൽ മാക്രോ എവല്യൂഷനും അംഗീകരിച്ചുകൂടെ? അത് കുറച്ചുകൂടി കാലം കൂടിയാലേ അത് മാക്രോ ആയിട്ട് മാറുമല്ലോ. ഇപ്പോൾ പറക്കാൻ കഴിയാത്തൊരു ജീവി അത് ചെറുതായിട്ട് ചാടാനൊക്കെ കഴിയുമെങ്കിൽ
കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ പറക്കാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണ് പറയപ്പെടാറുള്ളത്. മൈക്രോ എവല്യൂഷൻ കുറേ കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നൂറ്റാണ്ട് കൊണ്ട് ഇത്രയും ചെറിയൊരു മൈക്രോ എവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 10 നൂറ്റാണ്ട് കൊണ്ട് അതിൻ്റെ 10 മടങ്ങ് ഉണ്ടാകാമല്ലോ. അപ്പോൾ പിന്നെ 100 നൂറ്റാണ്ടുകൾ കൊണ്ട് ഇങ്ങനെ മാറി 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 വരികയാണെങ്കിൽ ജീവി തന്നെ മാറി പുതിയൊരു ജീവിയാകാമല്ലോ എന്ന് നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ നല്ല രസമുള്ളതായിട്ട് തോന്നും. പക്ഷേ നമ്മളൊരു ഉദാഹരണം പറയാം. ഒരു സാധാരണ ഒരു വിദ്യാർത്ഥി, അദ്ദേഹം പിന്നെ ഹൈ ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അല്ലെങ്കിൽ ഹൈ ജമ്പിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. 15 വയസ്സുള്ള ഈ വിദ്യാർത്ഥി ഒന്ന് ഹൈ ജമ്പ് ചാടാൻ വേണ്ടിയിട്ട് പിന്നെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ആ കുട്ടിക്ക് വെറും 1/2 മീറ്റർ ഉയരത്തിൽ മാത്രമാണ് ചാടാൻ പറ്റിയിട്ടുള്ളത്. ജസ്റ്റ് ഉയർത്തുമ്പോൾ ചാടാൻ കഴിയുന്നില്ല. അപ്പോൾ 1/2 മീറ്റർ മാത്രം ചാടാൻ കഴിവുള്ള ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി 1 മാസം നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു. 1 മാസം, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. 1 മാസം നന്നായി പ്രാക്ടീസ് ചെയ്ത് അധ്വാനിച്ച് രാത്രിയും വൈകുന്നേരവും പകലൊക്കെ അധ്വാനിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് 1 മാസത്തെ കഠിന പ്രയത്നമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ ലളിതമായി 1 മീറ്റർ ചാടാൻ കഴിയും. 1/2 മീറ്റർ ചാടിയിരുന്ന ബേസിക് ലെവൽ ഉണ്ടായിരുന്നൊരു കുട്ടി, ആ കുട്ടിയുടെ 1 മാസത്തെ അധ്വാനം കൊണ്ട് 1/2 മീറ്റർ കൂടി വർദ്ധിച്ചു. 1 മീറ്റർ ഉയരത്തിൽ ആ കുട്ടിക്ക് ചാടാൻ കഴിയുന്നു. ഇതിപ്പോൾ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതിനെ മാത്തമാറ്റിക്കലി നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ. 1 മാസം കൊണ്ട് 1/2 മീറ്റർ കൂടുതൽ ചാടാൻ ഈ കുട്ടിക്ക് കഴിയുന്നു. അങ്ങനെയെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഈ കുട്ടി പിന്നെ 1 മീറ്റർ അധികം ചാടും അല്ലേ? 1/2 മീറ്റർ അധികം ചാടിയ കുട്ടി 2 മാസം പ്രാക്ടീസ് ചെയ്താൽ 1 മീറ്റർ അധികം ചാടും. അങ്ങനെ ഈ കുട്ടി 10 മാസം ഇതുപോലെ അധ്വാനിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 5 മീറ്റർ അധികം ചാടാൻ കഴിയണം. 5 മീറ്റർ അധികം ഉയരത്തിൽ ചാടാൻ കഴിയുന്നു ഈ കുട്ടി. പിന്നെ അപ്പോൾ 10 മാസം കൊണ്ട് 5 മീറ്റർ അധികം ചാടുകയാണ്. 20 മാസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ 10 മീറ്റർ അധികം. അങ്ങനെ 100 മാസം ഈ കുട്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് 50 മീറ്റർ അധികം ചാടാൻ കഴിയുന്നു. 100 മാസം പിന്നെ എന്ന് പറയുന്നത് 10 കൊല്ലത്തിൽ താഴെ വരുള്ളൂ. അപ്പോൾ 10 കൊല്ലം അധ്വാനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് 50 മീറ്റർ ഉയരത്തിൽ പിന്നെ നോർമൽ ഹൈ ജമ്പ് ചാടാൻ കഴിയും എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. പ്രാക്ടീസിന് ഒരു പരിധിയുണ്ട്. ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ 1/4 മീറ്റർ അല്ലെങ്കിൽ പിന്നെ 1/2 മീറ്റർ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് അതിനെങ്ങനെ ഗുണിച്ച് കാലങ്ങൾ കൊണ്ട് ഈ കപ്പാസിറ്റി പൂർണ്ണാർത്ഥത്തിൽ മാറുക എന്നത് സാധ്യമല്ല. മനുഷ്യന് ചാടുക എന്നതിനൊരു ഏകദേശ പരിധിയുണ്ട്. അത്രയേ മനുഷ്യന് കഴിയുള്ളൂ. 50 മീറ്റർ ഉയരത്തിൽ ചാടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. പിന്നെ അങ്ങനെ 20 വർഷം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ പറക്കാൻ തുടങ്ങൂലേ? അങ്ങനെ മനുഷ്യനല്ലാത്തൊരു തലത്തിലേക്ക് ഈ കഴിവ് വർദ്ധിച്ചു വരുന്നില്ല. അതേ സമയത്ത് 1 മാസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ 1/2 മീറ്റർ ഉയരുന്നു. പിന്നെ 1 മാസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിന്നെ 1/4 മീറ്റർ കൂടി വീണ്ടും വർദ്ധിക്കും. പിന്നെ 1 മാസം അധ്വാനിച്ച് കഴിഞ്ഞാൽ പിന്നെ 10 സെന്റിമീറ്റർ വർദ്ധിക്കും. പിന്നെ അധികം വർദ്ധിക്കൂല, വളരെ ചെറിയ സെന്റിമീറ്ററുകളുടെ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഈ 1 മാസത്തെ കാൽക്കുലേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നിടത്തും പ്രായോഗികമായി ഇത് സംഭവിക്കുന്നിടത്തും വ്യത്യാസമുണ്ട്. മാത്തമാറ്റിക്കലി തിയറി അവതരിപ്പിക്കുന്നിടത്ത് ഇങ്ങനെ ആകാം എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതേസമയത്ത് പ്രാക്ടിക്കലി അത് സത്യമായി കൊള്ളണം എന്നില്ല. 1. രണ്ടാമത്, ഇങ്ങനെ മാക്രോ എവല്യൂഷൻ നടക്കുന്നുണ്ട് എന്നതിന് കൃത്യമായ തെളിവ് ഇപ്പോഴും നിരത്താൻ കഴിഞ്ഞിട്ടില്ല. മാക്രോ എവല്യൂഷൻ നടത്തുന്നതിന് പിന്നെ മ്യൂട്ടേഷൻ എന്നതുകൊണ്ട് മാത്രം തെളിയിക്കാൻ കഴിയുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
ആദ്യം ഈ തിയറി രൂപപ്പെട്ടത് മ്യൂട്ടേഷനിലൂടെയല്ല, മറിച്ച് ഫോസിൽ തെളിവുകളിലൂടെയാണ് ഇങ്ങനെ ഒരു തിയറി രൂപപ്പെടുന്നത്. അഥവാ വ്യത്യസ്ത ജീവി വർഗങ്ങളുടെ കാലഗണനയ്ക്ക് അനുസരിച്ച് നോക്കുമ്പോൾ ഈ ജീവി മുൻപ് ജീവിച്ചിരുന്നു, പിന്നീട് ഇങ്ങനെയുള്ളൊരു ജീവി ഉണ്ടായി, അപ്പൊ ഇത് ഈ രൂപത്തിൽ പരിണമിച്ചു വന്നതാകാം എന്ന സാധ്യത, അല്ലെങ്കിൽ ഈ ജീവിയിലും ആ ജീവിയിലും കാണുന്ന പൊതു സ്വഭാവങ്ങൾ, അവയുടെ ഫോസിലിൽ കാണുന്ന സാമ്യത, ഇത്തരം കാര്യങ്ങളിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയും ഊഹിക്കുകയുമാണ് ചെയ്യുന്നത് മാക്രോ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഒരുപാട് മിസ്സിംഗ് ലിങ്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോസിൽ തെളിവുകൾക്കുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. മിസ്സിംഗ് ലിങ്കുകൾ തന്നെയാണ്. അഥവാ ഇപ്പൊ ഒരു മീന് നമുക്കറിയാം, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണ് മീൻ എന്ന് പറയുന്നത്, മത്സ്യം. ഈ ജീവികളിൽ ചിലത് കുറച്ച് ചാടി വായുവിൽ നിൽക്കാൻ കഴിയുന്നവരും കുറച്ചൊന്ന് കരക്ക് വന്നൊന്ന് തിരിച്ചു പോകാൻ കഴിയുന്നവരൊക്കെ. ഇപ്പൊ ഡോൾഫിനൊക്കെ നമ്മൾ വീഡിയോ കാണാറുണ്ട്. ജസ്റ്റ് ഏതാനും മിനിറ്റുകളൊക്കെ കരയിൽ വന്ന് നിന്ന് തിരിച്ചു പോകും. അതിന് കരയിൽ ജീവിക്കാൻ കഴിയുന്ന കരജീവിയൊന്നായി മാറൂല, പക്ഷെ കരയിൽ അല്പനേരം നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി ഈ ഡോൾഫിനുണ്ട്. അപ്പൊ ഈ ഡോൾഫിൻ കരയിൽ അല്പനേരം നിൽക്കുന്നു, 5 മിനിറ്റ് നിൽക്കുന്നു, പിന്നെ 6 മിനിറ്റ് നിൽക്കുന്നു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് 1 മണിക്കൂർ കരയിൽ നിൽക്കുന്നു. പിന്നീട് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഇത് 5 മണിക്കൂർ കരയിൽ നിൽക്കുന്നു. ഇങ്ങനെ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്താൽ ശരിയാവുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മാക്രോ എവല്യൂഷൻ എങ്ങനെ വരിക എന്ന് ചോദിച്ചാൽ കരയിൽ നിൽക്കാനുള്ള സമയം കൂടുന്നു. അപ്പോൾ കരയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള രൂപത്തിൽ ഈ ജീവി പാകപ്പെടുന്നു. ചിലപ്പോൾ കുറേ നേരമൊക്കെ കരയിൽ നിന്ന് കരയിലെ ചില ഭക്ഷണങ്ങൾ കഴിച്ച്, അപ്പൊ കരയിലൂടെ ഇങ്ങനെ തൻ്റെ ചിറകുകൾ കൊണ്ട് തുഴഞ്ഞു പോവാൻ പ്രയാസമാണ്. കാരണം വെള്ളത്തിൽ നീന്താനുള്ള ചിറക് മാത്രമേ ഇതിനുള്ളൂ. അപ്പൊ കരയിൽ തുഴഞ്ഞു പോകണമെങ്കിൽ ചിറകുകൾ കുറച്ച് സ്ട്രോങ് ആവേണ്ടതുണ്ട്. അപ്പോൾ കുറെ കാലക്രമേണ ഇങ്ങനെ ഈ ചിറകുകൾ സ്ട്രോങ് കൂടി വരുന്നു. കരയിൽ മണ്ണിലും പാറയിലും ഒക്കെ വരച്ചിങ്ങനെ നീങ്ങാനുള്ള പാകത്തിൽ തൻ്റെ ചിറക് പരുവപ്പെടുന്നു. അങ്ങനെ ചിറക് കുറച്ചുകൂടി നീളം ആവശ്യമാകുന്നു, ഉറപ്പ് ആവശ്യമാകുന്നു, അടിഭാഗം നിലത്തെ കുത്തുന്നിടത്ത് കൂടുതൽ സ്ട്രോങ് ആവേണ്ട ആവശ്യമുണ്ടാകുന്നു. ഇങ്ങനെ ഇതിനനുസരിച്ച് രൂപപ്പെട്ട് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഈ ചിറക് 2 കൈകളായി മാറുന്നു. അങ്ങനെ 2 കാലുകൾ രൂപപ്പെടുന്നു. അപ്പൊ അതൊരു ഇനി അതൊരു മുതലയായി മാറുന്നു. മീന് കുറെ വർഷങ്ങൾ കൊണ്ട്, നൂറ്റാണ്ടുകൾ കൊണ്ട് 2 കൈയും കാലും, ഈ ചിറകുകൾ കൈകാലുകളായി രൂപപ്പെട്ട് കരയിൽ ഉള്ള ജീവജാലങ്ങളെ ഭക്ഷിക്കുന്നതിന്, കരയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്, കരയിലുള്ള ജീവികൾ ആക്രമിക്കുന്നതിന്, ഇതിനൊക്കെ പ്രതിരോധിക്കാനും പിടിച്ചു നിൽക്കാനും കൂടുതൽ സ്ട്രോങ് ആയ ശരീരപ്രകൃതിയും കൂർത്ത പല്ലുകളും ഇതൊക്കെ ആവശ്യമായി വരുന്നു. അങ്ങനെ അതിനനുസരിച്ച് ഈ മത്സ്യം കാലങ്ങൾ കഴിഞ്ഞ് കരയിലും കടലിലും ജീവിക്കാൻ കഴിയുന്ന ജീവിവർഗമായി മുതലയായി പരിണമിക്കുന്നു എന്നതാണ് മാക്രോ എവല്യൂഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. ഇത് സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് 1 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു തരം മീനിന്റെ ഫോസിൽ ലഭിച്ചു. 1 കോടി വർഷങ്ങൾക്ക് ശേഷമുള്ള മുതലയുടെയും ഫോസിൽ ലഭിച്ചു. ഓക്കെ, അപ്പൊ 1 കോടി വർഷം കൊണ്ട് മീൻ മുതലയായി മാറി എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഈ മീൻ മുതലയായി മാറിയെന്ന് പൂർണ്ണമായി തെളിയിക്കാൻ ഇവിടെ സാധ്യമാകുന്നില്ല. ഈ മീനിനും മുതലക്കും ഒരു സാമ്യത കാണുന്നുണ്ട്, അതിൻ്റെ എല്ലുകളുടെ ഷേപ്പിലും ഘടനയിലും ഒക്കെ. ഒരു 100 കോടി വർഷം, 1 കോടി വർഷത്തിന് ശേഷം ഇത് ഫോസിൽ ലഭിച്ചു. ഇങ്ങനെയാണെങ്കിൽ 50 കോടി വർഷം കഴിയുമ്പോൾ എന്ത് ജീവി ഉണ്ടാവണം? 50% മീനും 50% മുതലയുമായ ജീവിവർഗം 1/2 കോടി വർഷം കഴിയുമ്പോൾ ഉണ്ടാവണം. മനസ്സിലാകുന്നില്ല? 1 കോടി വർഷം കൊണ്ട് മീൻ 100% മുതലയായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ 1/2 കോടി വർഷം കൊണ്ട് 50% മീനും 50% മുതലയുമായ ജീവികൾ ഉണ്ടായിരിക്കണം. 3/4 കോടി വർഷം കഴിയുമ്പോൾ 75% മുതലയും 25% മത്സ്യവുമായിട്ടുള്ള ജീവിവർഗങ്ങൾ ഉണ്ടായിരിക്കണം. കോടി വർഷം കഴിയുന്ന സമയത്ത് 75% മത്സ്യവും 25%
മുതലയുമായിട്ടുള്ള ജീവിവർഗം ഉണ്ടാവണം. ഇങ്ങനെ ഒന്നും രണ്ടും ജീവികളല്ല, 1 കോടി വർഷം കൊണ്ട് കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ കടന്നു പോയിട്ടാണ് മുതല എന്ന് പറയുന്ന ഒരു വലിയ ജീവി വർഗം രൂപപ്പെടുന്നത്. ഏതോ ഒരു മീന് നേരെ മുതലാവുകയല്ല, അതിൻ്റെ പരമ്പരകൾ ഇങ്ങനെ കൈമാറി അത് വലിയൊരു ജനവിഭാഗം അല്ലെങ്കിൽ ജീവി വർഗം മുതല വർഗമായിട്ട് മാറുക. അപ്പോ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവിവർഗങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഒന്നും ഫോസിലുകൾ, ഇങ്ങനെയുള്ള ജീവജാലങ്ങളുടെ ഫോസിലുകൾ ലഭ്യമായിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോസിൽ തെളിവുകൾ എന്ന് പറയുന്നത് പൂർണ്ണമായും അപൂർണമാണ്. അതിലൂടെയുള്ള തെളിവുകൾ കൊണ്ട് മാക്രോ എവല്യൂഷൻ ഒരിക്കലും തെളിയിക്കാൻ കഴിയുകയില്ല. പിന്നെ സാമ്യത എന്ന് പറയുന്നത് അതൊരു സാധ്യത മാത്രമാണ്. ഇങ്ങനെ രണ്ടും സാമ്യത ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ ആകാം എന്ന് ഡാർവിൻ ആലോചിച്ചു. ഈ ജീവി കാലങ്ങൾ കൊണ്ട് ഈ ജീവിയായി മാറിയതാകാം. അതുകൊണ്ടാണ് ഇതിൻ്റെ തലച്ചോറുകൾക്കിടയിൽ 2 അസ്ഥികളുണ്ട്, ഇതിനും 2 അസ്ഥികളാണുള്ളത്. ഇത് ചെറുത്, ഇത് വലുതായി വ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇങ്ങനെ കുറേ സാമ്യതകൾ. ഈ സാമ്യതകളിൽ നിന്ന് ഇത് മീൻ മുതലയായി എന്ന് തന്നെ ഊഹിക്കണമെന്നില്ല. സയന്റിഫിക്കലി അതൊരു വാലിഡ് ആയിട്ടുള്ള ഊഹമാണ്. ഓക്കെ, ഊഹമാണ് എന്ന് നമുക്ക് പറയാം. അതേസമയത്ത് വേറൊരാൾക്ക് വേണമെങ്കിൽ വേറെ രൂപത്തിലും അതിനെ ഊഹിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ കരുതുകയാണ് ഈ ജീവിയും ഈ ജീവി രണ്ടും ഒരു യൂണിറ്റിൽ നിന്ന് വന്നതാണ്, രണ്ടിനും ഒരേ പ്രൊഡ്യൂസറാണ് ഉള്ളത്. ഇങ്ങനെ ആകാലോ. ജീവിയെ സംവിധാനിച്ചവൻ, മീനിനെ സംവിധാനിച്ചവനും മുതലയെ സൃഷ്ടിച്ചവനുമൊക്കെ ഒരാൾ തന്നെ ആയിരിക്കാം. ഒരു കമ്പനിയിൽ നിന്നാണ് ഇതിനെയൊക്കെ പടച്ചു വച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നാണ്, ഒരു സ്രോതസ്സിൽ നിന്നാണ് ഈ വ്യത്യസ്ത ജീവജാലങ്ങൾ ഉണ്ടായത്. ഇങ്ങനെയും ഊഹിക്കാമല്ലോ സാമ്യതകൾ കൊണ്ട്. അപ്പൊ സാമ്യത എന്നത് പല സാധ്യതകൾക്കും വകുപ്പുള്ളതാണ്. അതിൽ ഡാർവിൻ കണ്ടെത്തിയ സാമ്യതയെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തിയത് ഈ രൂപത്തിലാണ്. അതിനു വേണ്ട തെളിവുകൾ അന്വേഷിക്കുന്നു. അത് അപൂർണമാണ് ഫോസിൽ തെളിവുകൾ. പിന്നെ ലഭ്യമായത് മ്യൂട്ടേഷൻ തെളിവുകൾ. അതും ഞാൻ പറഞ്ഞു, ഇത് ഈ മ്യൂട്ടേഷൻ മൈക്രോ എവല്യൂഷനിൽ നിന്ന് മാക്രോ എവല്യൂഷനായി കരുതുന്നിടത്ത് ഒരുപാട് പരിമിതികൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്.